السلام عليكم ورحمة الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. حمالة الحطب. ആ ഒരു ചെറിയ വാക്യമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സയസ്ല അബൂലഹബ് ശേഷം കടക്കും നാറൻ നരകത്തിൽ, ദാത്ത ലഹബ് ജ്വാലുള്ള നരകത്തിൽ അബൂലഹബ് ശേഷം കയറും. ഒമ്രാത്തു അബൂലഹബ് മാത്രല്ല, ഓന്റെ പെണ്ണും ഓന്റെ ഭാര്യ കൂടി നേരെ പറഞ്ഞില്ല, ഓന്റെ ഒരു ഇൻസൾട്ട് ആക്കി പറയലാണ്. ഓന്റെ പെണ്ണുണ്ടല്ലോ അതും കയറുന്നു. ഭാര്യാന്ന് ഉള്ളതിന് സൗജത്ത് സൗജി എന്നൊക്കെയാണ് ഉപയോഗിക്കുക. നേരെ ഒമ്രാത്തു എന്നൊക്കെ പറഞ്ഞാൽ അതില് ചെറിയൊരു മേട്ടുണ്ട്, ഓന്റെ പെണ്ണ് ഓളും കയറും. പിന്നെ അവളെ കുറിച്ച് പറഞ്ഞത് ഹമ്മാലത്തൽ ഹത്തബ് എന്നാണ്. ഹമ്മാലത്ത് എന്ന് പറഞ്ഞാൽ താങ്ങുന്ന വഹിക്കുന്ന ലഗേജ് കയറ്റുന്ന പെണ്ണിനാണ് പറയാ. അൽ ഹത്തബ് വിറക് കെട്ട് ചുമക്കുന്നവളായ ഓന്റെ ഓളും കയറും. നേരെ പറയുകയാണെങ്കിൽ ഓന്റെ ഓളും ആ നരകത്തിൽ കയറും. ഓളെ പണി എന്താണ്? വിറകിട്ട് താങ്ങലാണ്, അത് താങ്ങി നടക്കലാണ്. അവിടെ ഒമ്രാത്തു എന്നുള്ളത് അങ്ങനെ ഒരു ചെറിയൊരു നുള്ളലാണ്. ഓന്റെ ഓള് ഭാര്യ പറയാതെ അങ്ങനെ ഒരു മുളക്കിയത്. ഓന്റെ ഓളും കയറും. ഓളെ പണി എന്താണ്? ഹമ്മാലത്തൽ ഹത്തബ്, ഓള് വിറക് കെട്ടി ചുമക്കുന്ന ആളാണ്. അത് പറയാന് പ്രധാനമായിട്ട് 3-4 കാരണങ്ങള്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇവള് മുള്ള് വെച്ചിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഇവളെ കയ്യിൽ എപ്പോഴും ഒരു പിടി മുള്ളുണ്ടാവും. അത് താങ്ങിയിട്ടാ നടക്കല്. എന്തിനാന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന വഴി കൂടി പോകണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ പോയിട്ട് മണ്ണിന്റെ അടിയിൽ മുള്ളിങ്ങനെ അടിയിൽ വെച്ചിട്ട് പുറത്തേക്ക് അതിന്റെ കൂനിപ്പ് പുറത്തേക്ക് ആക്കിയിട്ട് അള്ളാന്റെ റസൂലിന്റെ കാൽമ തട്ടിയിട്ട് മുറിയാവാൻ വേണ്ടിയിട്ട് വല്ലാതെ പാടുപെടുന്ന പെണ്ണാണ്. അപ്പൊ ഈ മുള്ള എപ്പോഴും താങ്ങി നടക്കണോണ്ടാണ് ഹമ്മാലത്തൽ ഹത്തബ് എന്ന് പറയാൻ കാരണം എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നുണ്ട്. വേറെ വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് ഹമ്മാലത്തൽ ഹത്തബ് എന്ന് പറഞ്ഞാൽ ഇവൾക്കൊരു പണിയുണ്ട്, ജനങ്ങളിടയിൽ ഏഷണി വരുത്തുന്ന ആളാണ്. ഇവിടെ ഉള്ള കൊണ്ട് കൊടുക്കും, അവിടെ ഉള്ള കൊണ്ട് കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ കത്തിക്കണ ആൾക്കാരുണ്ടാവില്ല, അതിൽപ്പെട്ട ആളെ. അപ്പൊ അത് വിറക് തന്നെയാണ്, കാരണം ഭാരം ചുമന്ന് നടക്കല്ലേ. ഇനി ഇത് വെച്ചിട്ടാണ് ഇവിടെ നാളെ കത്തിക്കുക നരകത്തില്. ഈ ജനങ്ങളിടയിൽ വിറകും കെട്ട് ഇങ്ങനെ താങ്ങി നടക്കലാണ് ഇവൾക്ക് പണി, ഏഷണിക്കാരിയൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊരു വിഭാഗം പറയുമ്പോൾ, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറയണത് ഇവളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക, അള്ളാഹിന്റെ റസൂലിനുള്ള ശത്രുത പുലർത്തുക, ഈർഷ്യം പ്രകടിപ്പിക്കുക, വൈരാഗ്യം തീർക്കുക, വിരോധം തീർക്കുക, ഇതന്നെ ഇവളെ പണി. അതുകൊണ്ട് ഓള് വലിയൊരു കെട്ട് താങ്ങിയിട്ടാണ് നടക്കുന്നത്. ഭയങ്കര കെട്ടാണ്, ഭാരമുള്ള കെട്ടാണ് ഓളെ പരടിയിലുള്ളത്. ചെയ്യുന്ന തെറ്റ് കുറ്റങ്ങൾക്ക് ഹത്തബ് എന്ന് ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ വലിയൊരു താങ്ങാൻ കഴിയാത്ത കെട്ടും പെരടിയിൽ പേറിയിട്ടാണ് ഓളെ നടത്തം. ആ ബാണ്ഡം നാളെ തിരിച്ചവളെ നെഞ്ഞത്തേക്ക് വരും എന്നർത്ഥത്തിൽ. ഇനി വേറൊരു അപൂർവം ആളുകളുടെ ഒരു അഭിപ്രായം കൗതുകമുള്ളതാണ്. അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇവള് ഫക്കീർ 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 എന്നിങ്ങനെ വിളിക്കും. ഫക്കീർ. ആ ഫക്കീർമാരെ പണി എന്താണ്? വിറകിട്ട് വാങ്ങിയിട്ട് എങ്ങനെ വിൽക്കലായിരുന്നു അന്നത്തെ പരിപാടി. അപ്പൊ അത് നേരെ അള്ളാഹു തആല ഇവളെ തിരിച്ചിങ്ങോട്ട് കൊടുത്തതാണ്. എന്റെ ആളല്ല ഫക്കീർ, ഈ ഫക്കീറത്താണ് ഹമ്മാലത്തൽ ഹത്തബ്, ഓളാണ് ഹമ്മാലത്തൽ ഹത്തബ് എന്ന് അള്ളാഹു അത് നേരെ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തതാണ് എന്ന് പ്രധാനപ്പെട്ട 4 അഭിപ്രായമാണ് ഹമ്മാലത്തൽ ഹത്തബ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന്റെ പിറകിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും അവളെ പേര് പറഞ്ഞില്ലല്ലോ. പേര് ഔറാഹ് എന്നാണ്. ഔറാഹ് എന്നുള്ള പേര് എല്ലായിടത്തും തപ്പിയാലും കിട്ടൂല. എല്ലാരോടും ചോദിച്ചാൽ പരക്കെ അറിയപ്പെടുന്ന പേര് ഉമ്മു ജമീൽ എന്നാണ്. ഉമ്മു ജമീൽ എന്നുള്ള പേരല്ല, അന്നത്തെ ഒരു വിളിപ്പേരാണത്. യഥാർത്ഥ പേര് ഔറാഹ് എന്നാണ്. ഈ ആള് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പെങ്ങളാണ്, മുആവിയ തങ്ങളുടെ അമ്മായിയാണ്. അങ്ങനെ നല്ല ബന്ധമുണ്ട്. തബ്ബത്ത് സൂറത്ത് ഇറങ്ങിയ സമയത്ത് ഇവള് അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമക്ക് വരുന്നതിന് മുമ്പാണ് പോയിട്ട് പറഞ്ഞു, എടാ കിടന്നിറങ്ങിയ കൺമശിട്ട് കിടന്നുറങ്ങി കഴിച്ച് ഒരു സൂറത്ത് ഇറങ്ങിയില്ല മൊമീന്. ഇവള് പറയാണ് ഏ സൂറത്ത്. അപ്പൊ ഓതി കൊടുത്തു, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്
ഹമ്മാലത്തുൽ ഹതബ് എന്റെ പെങ്ങളെ കുറിച്ചാടാ പറയണെന്ന് പറഞ്ഞു. എനിക്ക് മസിലുണ്ട് ജാണാണെങ്കിൽ പോയിട്ട് മുഅ്മിനെ തട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോ അബൂ സുഫിയാൻ എന്നവർക്കും ദേഷ്യായി. കാരണം പെങ്ങളെ കുറിച്ച്, സ്വന്തം പെങ്ങളെ കുറിച്ച് ഇങ്ങനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ ആർക്കാ ദേഷ്യം പിടിക്കാത്ത? അബൂ സുഫിയാൻ പെങ്ങളോടുള്ള ആ സ്നേഹം കൊണ്ട് അവിടുന്ന് നീറ്റിട്ട് കൊല്ലാൻ തന്നെയാണ് പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊല്ലാൻ പോണതും ഇങ്ങോട്ട് സ്പീഡ് ഓടണതും ഒപ്പാ. അപ്പൊ അവള് ചോദിച്ചു, എന്തേ തലെടുക്കാഞ്ഞെന്ന് വെച്ച്. തലെടുക്കാൻ ഇജാണ്ട് നോക്കുകയായിരുന്നു. എന്തേ വെച്ച് തലെടുത്ത് നമ്മള് തല ഉണ്ടാവൂല, അവിടെ 2 പാമ്പുണ്ട് ഇങ്ങനെ നിക്കണായിരുന്നു. മമ്മീന്റെ വലത്ത് എടുത്തു. നമ്മളാണ്ട് പോയാൽ പാമ്പ് നമ്മളെ തല എടുക്കുമ്പോ ആയാതി തൊള്ളിന്നാവുകയാണ് ആ പാമ്പിനുള്ളതായിരുന്നു. ഞാൻ പേടിച്ചോടിയാണ്. സത്യത്തിൽ ഇതൊക്കെ അബൂ സുഫിയാന്റെ ഇസ്ലാമിക വരവിന് കാരണമാണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഇവൾ ആ കുഫറിലായിട്ട് തന്നെ ചത്തുപോവുകയും ചെയ്തു. ഹമ്മാലത്തുൽ ഹതബ്, അവള് വിറക് കെട്ടുകാരിയാണ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ ഏഷണിയും പരദൂഷണവും പേറി താങ്ങാൻ കഴിയാത്ത, പരലോകത്തേക്ക് പ്രതികൂലമായി ഭവിക്കുന്ന വലിയ ലഗേജും ഭാണ്ഡവും പേറി നടക്കുന്ന പെണ്ണാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിനോടുള്ള വിരോധം കൊണ്ട് എന്തെങ്കിലും ഒരു മുള്ള് കാലിൽ തറച്ചിട്ട് റസൂലുള്ളാഹിക്ക് ഒരു ഉപദ്രവം വരികയാണെങ്കിൽ അത് അത്ര ഇവൾക്ക് ആസ്വാദനാണ്. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു മുള്ളിന്റെ പിടിയുമായി പെരടിയിൽ നടന്ന കാരണത്താൽ അത് അല്ലാഹു തആല ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറയാൻ കാരണമാക്കി. ഈ രീതിയിലാണ് അവളുടെ അന്ത്യം ഉണ്ടായത്. അവളുടെ അന്ത്യത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വേറൊരു ചർച്ച ഉണ്ട്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് എന്നൊരു ചെറിയ ഭാഗം നാളെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇതിലൊക്കെ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ളിന്റെ ഉള്ളിൽ വൈരാഗ്യം ആളിക്കത്ത് എന്നുള്ളത് ഒരിക്കലും തിരിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത രോഗമാണ്. വേറെ കുറെ ആളുകൾ രക്ഷപ്പെട്ടു. കാരണം എന്താ? അവർ അബദ്ധത്തിൽ വീണവരാ. മക്കയിൽ അന്ന് 2 വിഭാഗമുണ്ട്. ഒന്ന്, കാര്യങ്ങൾ അറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായി നടന്നിരുന്ന ആളുകൾ. അവരിൽ ആരും തിരിച്ചു വന്നിട്ടില്ല. അബൂജഹൽ, അബൂലഹബ് ആ കൂട്ടത്തിൽപ്പെട്ടാണ്. എന്നാല് ഉമർ ഇബ്നുൽ ഖത്താബ് ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അവർക്ക് കാര്യം തിരിഞ്ഞിട്ടില്ല. അവരുടെ രീതി എന്താ വെച്ചാൽ എന്ത് പുതിയത് വന്നിട്ട് അവരുടെ വീക്ഷണത്തിൽ അധർമ്മാണെന്ന് തോന്നുകയാണെങ്കിലും വാളെടുത്തിട്ട് കൊല്ലാൻ പോകുന്നുള്ളതാണ്. കാരണം ആദ്യ റൗഡി സംഘത്തിന്റെ നേതാവാണ്. മക്കയിലുള്ള കൊലയാളികൾ, കൊള്ളക്കാർ, അടിപിടിക്കാര്, റൗഡികൾ, അവരുടെ ഹെഡാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. രാത്രിയിൽ പോയിട്ട് ഗ്രാമങ്ങളെ കൊള്ളടിച്ചിരുന്ന ആളാണ്. രാത്രി എല്ലാരും പോയാൽ ആ പുരയേക്കാണ്ട് കയറിയിട്ട് അടിച്ച് നിരപ്പാക്കും, സാധനങ്ങളൊക്കെ എടുത്തോണ്ടു. ഇതായിരുന്നു ഇയാളെ പണി. പിന്നെ ആരായി? പിന്നെ പാതിരാവിൽ 90 പിന്നിട്ട വൃദ്ധയുടെ മൂത്രം കഴുകി കൊടുത്തിട്ട് വായിൽ പത്രി മൃദുലമാക്കി കൊടുക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയായി മാറി. കാരണം എന്താ? ആദ്യം കാര്യം തിരിഞ്ഞിട്ടില്ല. അബദ്ധത്തിൽ വീണതാണ്. അബദ്ധത്തിൽ വീണപ്പോ കൊല്ലാനൊക്കെ പോയിട്ടുണ്ട്. കാര്യം തിരിയാത്ത ആളാണ്. കാര്യം തിരിഞ്ഞപ്പോഴോ നേരെ തിരിച്ചു വന്നു. അതാണ് അബൂലഹബിന് കാര്യം നേരത്തെ തിരിയാം, അബൂജഹലിന് കാര്യം നേരത്തെ അറിയും. ഈ ആള് ഓക്കേണെന്ന് അബൂജഹലിന് നേരത്തെ അറിയാം, അബൂലഹബിന് നേരത്തെ അറിയാം. അബൂജഹല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയാകുന്ന സമയത്ത് പെട്ടെന്ന് കാണാതായി. നാനാ ഭാഗത്തൊക്കെ അബ്ദുൽ മുത്തലിബ് ആളെ പറഞ്ഞയച്ചു ഈ കുട്ടിനെ കാണാതായിട്ട്. ബേജാറ്. അവസാനം കുട്ടിനെ കണ്ടെത്തിയത് അബൂജഹലാണ്. ചെറിയ കുട്ടിയാണ്. അബൂജഹല് കണ്ടെത്തിയേക്ക് തന്നെ കുട്ടീനെ എടുത്ത് കണ്ട് ഒട്ടകത്തിന്റെ പിറകിലിരുത്തി മൂപ്പം മുമ്പിലിരുന്നിട്ട് അബ്ദുൽ മുത്തലിബിന് എടുത്ത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇത് വേഗം കിട്ടണല്ലോ. പക്ഷെ ഒട്ടകം അനങ്ങണില്ല. ഒട്ടകം അതേ നിപ്പന്നെ, എത്ര തള്ളിയിട്ടും അനങ്ങണില്ല. പിന്നെ അബൂജഹൽ ഇറങ്ങും, പിന്നെയും കുട്ടീനെ ബാക്കിലിരുത്തും, മുപ്പിലിരിക്കും, ഒട്ടകം അനങ്ങൂല. അപ്പൊ അവസാനം അബൂജഹൽ ഇരുത്തൊന്ന് മാറ്റി കുട്ടീനെ മുന്നിലിരുത്തി അബൂജഹൽ ബാക്കിലിരുന്നു. ഒട്ടകല്ല കഴുതായിരുന്നു, കഴുതാണ്ട് പോയി. കാരണം കഴുതൊക്കെ അറിയാം, എന്റെ പുറത്ത് മുന്നിലിരിക്കേണ്ടത് അബൂജഹൽ എന്ന കഴുതല്ല, പിന്നെ ഈ കുട്ടിയാണ്. അബൂജഹല് മുന്നിലിരുത്തിട്ട് ബാക്കിലിരിക്കാൻ പറ്റുന്ന ആള് ഇതല്ല എന്ന് കഴുതൊക്കെ അറിയാം. അന്ന് അബൂജഹലിന്റെ തലയിൽ കയറിയിട്ടുണ്ട് ഇത് സാധാരണ കുട്ടിയല്ല. അത് ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ബദർ നടക്കുന്ന സമയത്ത് തന്നെ അബൂജഹലിനോട് കുറെ ആൾക്കാർ ചോദിച്ചു, നമ്മളെന്തിനാണ് വയ്യാവലിക്ക് പോണത്? എന്താ ഇപ്പൊ മോമീനെ കുഴപ്പം, നിങ്ങളൊന്ന് പറഞ്ഞാണി. അപ്പൊ അബൂജഹൽ ഇങ്ങനെ തല പറയാണ്, കുഴപ്പമെന്ന് പറഞ്ഞാല് നമ്മളെങ്ങണ്ട് ആക്രമിച്ചിക്കണോ? ആക്രമിച്ചിട്ടില്ല. നമ്മളോട് എപ്പോഴെങ്കിലും വഞ്ചന നടത്തിക്കണോ? വഞ്ചന ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഈ പണിക്കോണ്? എന്തിനാന്ന് ചോദിച്ചാല് പറയാൻ കിട്ടുന്നില്ല. ഈ വന്നത് എന്തിനാന്ന് കാക്കാക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ഇയാളെ ഉള്ളിൽ ശരിക്കുണ്ട് ഇത് ആള് ഓക്കേണെന്ന്.
അബൂലഹബിന് ശരിക്കറിയാം ഇതാള് സത്യസന്ധനാണ് എന്ന്. ഖത്താബിനെ അറിയില്ല, അബദ്ധത്തിൽ വീണു പോയതാണ്. അബ്ബാസ് റളിയല്ലാഹുവിനെ അറിയില്ല, അബദ്ധത്തിൽ വീണു പോയതാണ്. അബൂ സുഫിയാനെ അറിയില്ല, അബദ്ധത്തിൽ വീണു പോയതാണ്. അവരൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു റളിയല്ലാഹു അൻഹു. ഇന്നുണ്ട് ലോകത്ത് അങ്ങനെ സ്വഭാവമുള്ള ആളുകൾ. സംഗതി അറിയില്ല, അറിയാത്തോണ്ട് ഇതായിരിക്കും, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിശക്തമായിട്ട് എതിർക്കും. സംഗതി മനസ്സിലായാലോ തിരിച്ചു വരും ചെയ്യും. അത് നല്ലൊരു മനസ്സാണ്. എന്നാൽ സംഗതി മനസ്സിലായാലും തിരിച്ചു വരാത്ത ആളുകളുണ്ട്. അത് നേരെ നരകത്തേക്ക് പോവുകയും ചെയ്യും. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അംറാത്തുഹു ഹമ്മാലത്തൽ ഹതബ്, വിറക് കെട്ടുകാരിയായ ഏറ്റവും താങ്ങാൻ കഴിയാത്ത ലഗേജിന്റെ പാണ്ഡവും പേറി നടക്കുന്ന പെണ്ണില്ലയോ, അവളും നരകത്തിലാണ്. അള്ളാഹു ആ നരകത്തിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇന്ന് നമ്മളെ ആസിഫ് ഗൾഫിൽ പോവാണ്. രണ്ട് മൂന്ന് മാസമായില്ല ആസിഫ് വന്നിട്ട് അല്ലേ? ആസിഫ് എടാ അല്ല 3 മാസമായ. അൽഹംദുലില്ലാ പള്ളിയിൽ ജമാഅത്തിനൊക്കെ ഇപ്പൊ ഉണ്ടാകുന്നൊരു പയ്യനാണ്. അൽഹംദുലില്ലാ അവരെ വക ചായം കടി ഉണ്ടല്ലേ? ചായം കടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലാഹു തആല യാത്രക്ക് സന്തോഷത്തിലായി കൊടുക്കട്ടെ. പ്രവാസം എന്ന് പറഞ്ഞാൽ പ്രസവം പോലത്തെ പ്രയാസാണ്. അങ്ങനെയാണ്. പ്രവാസം ഒരു പ്രസവമാണ്, അതൊരു പ്രയാസാണ്. പക്ഷെ നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കടൽ കടന്ന് എല്ല് മുറിയെ പണിയെടുക്കുന്ന കുട്ടികളാണ്. അല്ലാഹു തആല ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. കുടുംബത്തിൽ നിന്ന് മാറിക്കുക, സ്നേഹബന്ധത്തിൽ നിന്ന് മാറിക്കുക എന്നുള്ളതിനൊരു പ്രയാസമാണ്. പ്രവാസികളുടെ ഏറ്റവും വലിയ പ്രയാസം മാറിക്കുക എന്നുള്ളതാണ്. നാടിന്ന് മാറിക്കുക, നമ്മളെ രാജ്യത്തിന്റെ ക്ലൈമറ്റ് ഒന്ന് വിടുക എന്നുള്ളൊരു പ്രയാസമാണ്. ഏതായാലും ഒരു ഹദീസിലുണ്ട്, കുടുംബത്തെയും നല്ല കാര്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി ഇറങ്ങുന്നവൻ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന പോലെയാണ്. അപ്പൊ ആ കൂലി അല്ലാഹു തആല അവർക്ക് കൊടുക്കട്ടെ. മുഴുവൻ പ്രവാസികൾക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അവരുടെ ചീർണി അല്ലാഹു സ്വീകരിക്കട്ടെ. തൊഴിലിലും ആരോഗ്യത്തിലും അധ്വാനത്തിലും യാത്രയിലുമൊക്കെ അല്ലാഹു സുരക്ഷിതത്വവും ബർക്കത്തും നൽകട്ടെ. അതുപോലെ ഉംറക്ക് കൊണ്ട് നമ്മൾ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. യാത്ര സന്തോഷമായി കൊടുക്കട്ടെ. അല്ലാഹു നമ്മൾ ഈ പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. ഇത് വീഴ്ചകൾ പരിഹരിക്കാനുള്ള കാരണമായി സ്വീകരിക്കണേ അല്ലാ. വീഴ്ചരാഹിത്യമുള്ള ജീവിതം നൽകണേ അല്ലാ. പാപരാഹിത്യ തഖ്വയുള്ള ജീവിതം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഖൽബിനെ മാലിന്യമുക്തമാക്കണേ അല്ലാ. ശരീരത്തെ രോഗാണുമുക്തമാക്കണേ അല്ലാ. ജീവിതത്തെ പ്രയാസരഹിതമാക്കണേ അല്ലാ. ഭാവി തറവാട് സ്വർഗമാക്കി തരണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ തറവാട്, നാട്, വീട്, കുടുംബങ്ങൾ, കൂട്ടുകാർ എല്ലാവരെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ കച്ചവടക്കാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, യാത്രക്കാരുണ്ട്, പ്രവാസികളുണ്ട്, കടലിലും കരയിലും പെടയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നിന്റെ ഹലാലായ വിഭവങ്ങൾ തുറന്നേരണേ അല്ലാ. നിന്റെ ഹലാലായ ഉൽപ്പന്നങ്ങൾ തുറന്നേരണേ അല്ലാ. ഹലാലായ പദ്ധതികളൊക്കെ വിജയിപ്പിക്കണേ അല്ലാ. കച്ചവടം വിജയിപ്പിക്കണേ അല്ലാ. അധ്വാനം വിജയിപ്പിക്കണേ അല്ലാ. ഇൽമ നാഫിയാക്കി തരണേ അല്ലാ. യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പതിയിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, സർവ്വകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക് നൽകല്ല അല്ലാ. മാരണത്തിൽ പെടുത്തല്ല അല്ലാ. അസൂയയിൽ പെടുത്തല്ല അല്ലാ. കത്തലിൽ പെടുത്തല്ല അല്ലാ. മാരണത്തിൽ, മാരക രോഗങ്ങളിൽ, മാറാവ്യാധികളിൽ പെടുത്തല്ല അല്ലാ. ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യത്താകുന്ന സ്ഥിതി നൽകല്ല അല്ലാ. യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ അല്ലാ. അല്ലാഹുവേ സഹിക്കാൻ കഴിയാത്ത വേദനയിലും കടച്ചിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ബ്ലോക്കുള്ളവരുണ്ട്, നീക്കി കൊടുക്കണേ അല്ലാ. ക്യാൻസറിന്റെ ലക്ഷണമുള്ളവരുണ്ട്, ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ.
അള്ളാഹുവെ ഞങ്ങളെ കുടുംബം സന്തോഷത്തിലാക്കി തരണേ അല്ലാ. അള്ളാഹുവെ എല്ലാ പദ്ധതികളും ഹൈറാ ഇസ്സത്താ രൂപത്തിൽ വിജയിപ്പിക്കണേ അല്ലാ. കടത്തിൽ കൊടുക്കല്ല അല്ലാ, മാനം കളയല്ല അല്ലാ, നാണം കെടുത്തല്ല അല്ലാ. അള്ളാഹുവെ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാല ഞങ്ങൾക്ക് അന്യമാക്കണേ അല്ലാ. നരകം ഞങ്ങളുടെ മേൽ ഹറാമാക്കണേ അല്ലാ. സ്വർഗ്ഗം നിന്റെ ഔദാര്യം കൊണ്ട് ഉജൂബാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ച് ആരുമില്ലാതെ കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഗുരുവര്യന്മാർ, അയൽവാസികൾ, ഉറ്റവർ, ഉടയവർ, കൂടെ പഠിച്ചവർ, ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ പലരും കബറിലാണ്. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്ത് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر القيس سيدنا محمد وآله وصحبه أجمعين. الحمد لله. എനിക്കൊരു ചെറിയ അഭിപ്രായമുണ്ട്. ഇനി 3 ചെറിയ സൂറത്താണ്. സൂറത്തുൻ നാസ് വരെ നമ്മൾ എടുത്ത രീതിയിൽ, വേറെ കുറെ സൂറത്തുകൾ ചർച്ച ചെയ്യാണ്ട്. അപ്പൊ ഇനിയുള്ള ഈ 3 സൂറത്ത് എല്ലാം കൂടി ആകുമ്പോൾ താങ്ങാൻ കഴിയില്ല. കുല്ലുല്ലാഹ്, കുൽ അഊദു ബിൽ ഫലഖ്, കുൽ അഊദു ബിൻ നാസ്. അത് കഴിയുമ്പോൾ കുറച്ചാവും, നാളെ മറ്റന്നാളൊന്നും ആവില്ല. ആ 3 സൂറത്തുകളുടെ ചർച്ചക്കിടയിൽ വന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇതിന്റെ അവസാനത്തിൽ ഒരു ചെറിയ പരീക്ഷ അല്ല എന്നാ പരീക്ഷയാണ്, അത് നടത്തി അങ്ങനെ ഉണ്ടാവും. ഈ 3 സൂറത്തില് ഫസ്റ്റ് ഇട്ടവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാം, വേണമെങ്കിൽ ഇട്ട. വെറുതെ ഇവർക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇനി അങ്ങനെ വലിയ പരീക്ഷ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് ആരും വരാതൊക്കെ ഒന്നും ചെയ്യണ്ടേ. പങ്കെടുക്കുന്നവർക്ക് മാത്രം പങ്കെടുക്കാം, അല്ലാത്തവരെ പങ്കെടുക്കണ്ട. അത് നല്ലതാണ്, തലയിൽ കയറാൻ നല്ലതാണ്. എല്ലാ സൂറത്തും കൂടി വേണ്ട, കാരണം കുറെ ആളുകൾക്ക് കുറച്ച് ഓർമ്മ ഉണ്ടാവില്ല. ഇനി ഈ 3 സൂറത്ത്, ലാസ്റ്റ് സൂറത്തുകളല്ലേ 3 അതിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുടെ ആകത്തുക അതിങ്ങനെ ഓർത്തിട്ടും ചർച്ച ചെയ്തിട്ടും മനസ്സിലാക്കിയിട്ടും ലാസ്റ്റ് എഴുതണ്ട, അല്ലെങ്കിൽ ചോദിച്ച് അങ്ങനെ ആയാലും മതി. എല്ലാത്തിനും മറുപടി അറിയുന്ന ആൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ സമ്മാനമൊക്കെ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വേണമെങ്കിൽ, അത് ഹൈറാണെങ്കിൽ അള്ളാഹു തആല അത് ഭംഗിയാക്കി തെറ്റ്, ഹൈറല്ല അങ്ങ് വേണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. രണ്ടും നല്ല തന്നെയാണ്. ഇതൊരു പ്രോത്സാഹനം മാത്രം, അത്രേ ഉള്ളൂ. ഏതായാലും ഹൈറാക്കി തെറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.